2000 റിലീസായ സുരേഷ് ഗോപി നായകനായി വന്ന സിനിമയാണ് കവർ സ്റ്റോറി. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് GS വിജയനാണ്. ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശരത്ത്. കഥ എഴുതിയ ആളുടെ പേരെയും കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നമുക്ക് സിനിമയെ പറ്റി പറയാം. നായകൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കെതിരെ ഉണ്ടായ അക്രമങ്ങൾക്കെതിരായിട്ട് വില്ലന്മാരോട് പ്രതികാരം വീട്ടാൻ വരുന്ന നായകൻ. അതാണ് സിനിമയുടെ വൺ ലൈന്. ഇനി സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇറങ്ങിയ സമയത്ത് വൻ പരാജയമായിരുന്നു. വിജയം കാണാത്തൊരു സിനിമയാണ്. പക്ഷേ ഈ സിനിമ ഇപ്പോൾ കാണുമ്പോഴും എൻഗേജിങ് ആണ്, വേറെ ലെവലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ നല്ല രസമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയി സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ കുറച്ച് ട്വിസ്റ്റൊക്കെ തന്ന്, അതുപോലെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളൊക്കെ നമുക്ക് തന്ന് അങ്ങനെ കയറി ക്ലൈമാക്സ് എത്തുമ്പോൾ ഒന്ന് ലോ ആവുന്നുണ്ട്. എന്നാലും ക്ലൈമാക്സ് എൻഡിങ്ങിനോടടുത്ത് അത്യാവശ്യം നീറ്റായി തന്നെ കൊണ്ടുപോയി അവസാനിപ്പിച്ചൊരു സ്റ്റാൻഡേർഡ് പടമാണിത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പടം കേട്ടോ. പിന്നെ അടുത്തത്, ഈ സിനിമയുടെ മ്യൂസിക് ശരത്താണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ യൂണീക്കാണ്. അതായത് സാധാരണയായിട്ട് വരുന്ന മ്യൂസിക്കുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വളരെ രസകരമായി, എന്നാൽ അത് വേറെ ലെവലായി തന്നെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ സോങ്സൊക്കെ വേറെ ലെവലാണ്, സൂപ്പറാണ്. പിന്നെ നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി ഈ സിനിമയുടെ കഥ എഴുതിയ ആളുടെ പേര് പറയാം. ബി ഉണ്ണികൃഷ്ണൻ. ആറാട്ട്, ക്രിസ്റ്റഫർ, ത്രില്ലർ, പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ, മാടമ്പി, പ്രമാണി, അങ്ങനെ കുറച്ച് പടങ്ങളെടുത്ത മുതലെടുത്തതിൻ്റെ കഥയാണ് ഈ സിനിമ. പുള്ളിക്കാരൻ എഴുതിയാട്ടെ സ്റ്റോറി അത്യാവശ്യം നല്ല നീറ്റ് വർക്കായിരുന്നു. നല്ല സ്റ്റോറി, നല്ല എൻഗേജിങ് ആയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ട്. ഡയറക്ഷനും അത്യാവശ്യം നീറ്റായിരുന്നു. ഇതിൽ അഭിനയിച്ചവരുടെ പേര് പറയുകയാണെങ്കിൽ തബുവിന് ഈ പടത്തിൽ ലിപ്സിംഗ് ഒക്കെ വേറെ ലെവലാണ്. അത്യാവശ്യം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് അവർ. പെർഫോമൻസ് അടിപൊളി. പിന്നെ ബിജു മേനുണ്ട്, സിദ്ദിഖ് ഉണ്ട്, ഫർഗീസ് ഉണ്ട്, നെടുമുടിവേനുണ്ട്, റിസബാവ് ഉണ്ട്, അഗസ്റ്റിൻ ഉണ്ട്. അങ്ങനെ ഒരു കാസ്റ്റ് ഉണ്ട് ഈ പടത്തിൽ. അത്യാവശ്യം നല്ല ആക്ടേഴ്സൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സിനിമയെ പറ്റി എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയണം. അത്യാവശ്യം ഐഡിയകളൊക്കെ ഉപയോഗിച്ച് നല്ല നീറ്റായി ചെയ്ത് വെച്ചൊരു സിനിമ തന്നെയാണിത്. പിന്നെ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫയലും കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുക. പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം കേട്ടോ. കിടിലൻ പടമാണ്, മിസ് ചെയ്യണ്ട. അത്യാവശ്യം നല്ലൊരു പടമാണ്. തിയേറ്ററിൽ ഓടിയില്ല, എന്താ ചെയ്യുക. നമ്മൾ ഇനി അടുത്ത പടമായിട്ട് വരാം. ഓക്കെ, ബൈ.